അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ACC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കുറേ കുട്ടികൾ പോകുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ ACC എന്നുള്ളത്. അതിന് എന്താണ് സാറിൻ്റെ അഭിപ്രായത്തിൽ അത് ഇത്ര പോപ്പുലർ ആവാനുള്ള റീസൺ? അതിൻ്റെ പോപ്പുലാരിറ്റീൻ്റെ റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കറൻ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു സ്റ്റഡി എബ്രോഡ് ആ ഒരു പുറത്തേക്ക് പോകുന്ന ഒരു ടെൻഡൻസിയാണ്. അവിടെയാണ് ACC എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സിന്റെ പ്രസക്തി വരുന്നത്. ഒരു ഇന്റർനാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് ആണല്ലോ. അപ്പോൾ പ്രോബബ്ലി ആ ഒരു ഒഴുക്കാണ് എന്ത് ആദ്യം തന്നെ അതിലേക്ക് വരുന്നത്. രണ്ടാമതായിട്ട് കൊമേഴ്സ്, സയൻസിൽ നിന്നും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സിലേക്ക് വരുന്ന ഒരു ഷിഫ്റ്റ്. അതായത് പണ്ട് 10th ഫുൾ A+ കിട്ടിയവർ സയൻസ് എടുത്ത് തുടങ്ങുന്ന ട്രെൻഡിൽ നിന്നും ഇപ്പൊ കൊമേഴ്സിലേക്ക് വരുന്ന ആ ഒരു ഷിഫ്റ്റ്, ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഷിഫ്റ്റ് മാറിയിട്ട് കൊമേഴ്സിലുള്ള പ്രൊഫഷണൽസ് ആയി മാറാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഒരു മെന്റാലിറ്റി. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് മനസ്സിലാക്കുന്നത്, കൊമേഴ്സിലെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള CA, ACCA, CMA വരുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സ് ACC ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ അതിലേക്ക് ചൂസിങ് വരുന്നത്. പേപ്പർ വൈസ് ആയിട്ടൊക്കെ എഴുതിയിരിക്കാൻ പറ്റും. അതെ, പേപ്പർ വൈസ്. ACCയുടെ ഫ്ലെക്സിബിലിറ്റീന്റെ കേസ് പറയുകയാണെങ്കിൽ പേപ്പർ വൈസിൽ മാത്രമല്ല, എല്ലാ കുറേ കാര്യങ്ങളിൽ എന്തുണ്ട്, ACC വളരെ ഫ്ലെക്സിബിൾ ആണ്. ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ACC എപ്പോഴും ഒരു അപ്ഡേഷനിൽ ഒരു കീപ്പപ്പ് ചെയ്തില്ല. ACC ഓൾമോസ്റ്റ് 1904 വന്നിട്ട് അവിടെ നിന്ന് ഇപ്പോഴും സിലബസ് കറന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ അപ്ഡേറ്റഡ് സിലബസും കുട്ടികൾക്ക് എന്താണ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വല്ലാതെ ഒരു ഒരിക്കലും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ACCയെ ചൂസ് ചെയ്യുന്നത്.